ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒക്ടോബർ 7-ാം തീയതി നടന്ന LDC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും അല്ലേ? അതായത് PSCയുടെ ചോദ്യത്തിന്റെ രൂപങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് പേടിച്ച് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഇനി അങ്ങോട്ട് നമ്മൾ ഏത് രീതിയിൽ പഠിക്കണം, അല്ലെങ്കിൽ ഈ PSCയുടെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ പുതിയതായിട്ട് വല്ല ബുക്സും മെറ്റീരിയൽസും വാങ്ങിക്കേണ്ടതായിട്ടുണ്ടോ, നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ആ രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുമോ, ഏതൊക്കെ സോഴ്സ് ഉപയോഗിച്ച് വേണം നിങ്ങൾ ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ കണ്ടു ഒക്ടോബർ 7-ാം തീയതി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു. നമ്മൾ ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്തതുമാണ് അല്ലേ, അതിൻ്റെ ആൻസർ ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ചോദ്യങ്ങൾ മൊത്തത്തിൽ PSC എന്ന് ട്രെൻഡ് അങ്ങോട്ട് മാറ്റി നമ്മൾ ഒരു ചോദ്യം അതിന് ഉത്തരം 1 വേർഡ് ക്വസ്റ്റ്യൻ പോയിട്ട് പ്രസ്താവനകളുടെ രീതിയിലോട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് PSC ചോദ്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കണ്ട് ഒത്തിരി പേര് പേടിച്ചിരിക്കുകയാണ് അല്ലേ. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് പഠിക്കുക, നമ്മൾ ഇതുവരെ പഠിച്ച പാറ്റേൺ വേറെയാണല്ലേ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ട് ആകെ പേടിച്ച് ഇനി എന്താണ് നമ്മൾ ചെയ്യുക, എങ്ങനെയാണ് പഠിക്കുക, ഇതുവരെ പഠിച്ചത് മതിയോ, ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടേ, അങ്ങനെ ഒത്തിരി ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അവരോടായിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നമ്മൾ പഠിക്കുന്ന രീതിയിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിയാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർ പുറത്തിറക്കിയത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു എക്സാം നടന്നിട്ടില്ല എന്ന് വെക്കുക, നമ്മൾ ഇനി വരുന്ന LDC മെയിൻ എക്സാം, LGS മെയിൻ എക്സാമിനാണ് മൊത്തത്തിൽ വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ രീതി മാറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഇട്ടതെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ആകെ ബുദ്ധിമുട്ടല്ലേ, നമ്മൾ ആദ്യമായിട്ടാണ് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് അത് മിക്കവാറും ആർക്കും തന്നെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായേനെ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ഒരു എക്സാം നടന്നതുകൊണ്ട് നമുക്ക് PSCയുടെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ PSC ഇനി അങ്ങോട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിൻ്റെ രീതി നമുക്ക് മനസ്സിലായി കിട്ടിയല്ലോ. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമല്ലേ. അപ്പോൾ നമ്മളതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് നമ്മൾ ഏത് രീതിയിൽ തയ്യാറെടുക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പഠനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളാണ്, ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ ഈ പുതിയ രീതിയിലുള്ള PSCയുടെ ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുതിയതായിട്ട് ഒരു മെറ്റീരിയൽസും വാങ്ങിക്കാനായിട്ട് പോവേണ്ട കാര്യമില്ല, പുതിയ ബുക്സ് തേടി പോവേണ്ട കാര്യമില്ല. ബുക്ക് സ്റ്റോളിൽ പോയിട്ട് പുതിയ രീതിയിലുള്ള പാറ്റേണിലുള്ള ചോദ്യങ്ങളുടെ ബുക്ക് വന്നിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ച് അലയേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള റാങ്ക് ഫയലും നമ്മളിപ്പോൾ പഠിക്കുന്ന SCRT പുസ്തകങ്ങളും നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മതി നമുക്ക് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ. നമ്മൾ പഠിക്കുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനുവേണ്ടി പ്രത്യേകിച്ച് സെപ്പറേറ്റ് ബുക്കൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്ടോബർ 7-ാം തീയതി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടവർക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് SCRT പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, പ്രസ്താവനകളുടെ രീതിയിലുള്ള ചോദ്യങ്ങളായാലും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയായാലും SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 20ഓളം ചോദ്യങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? SCRT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ SCRT ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF കിട്ടുവാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കുക. നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ പോയി നോക്കുക. നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും PDF ഇട്ടിട്ടുണ്ട്. ഓക്കെ, 5th മുതൽ 10th വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കിൻ്റെയും PDF നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം പറയുന്നു, SCRTയുടെ ചോദ്യോത്തര രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ബുക്സൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നമ്മൾ ചോദ്യം ഉത്തരം എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ലല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് മാറിയ രീതിക്ക് നമ്മൾ വായിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക് ഒരു പോയിന്റ് പോലും വിടാതെ നമ്മൾ വായിക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ എക്സാമിന് നമ്മൾ പറഞ്ഞു ഉദാരവൽക്കരണത്തിൻ്റെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്
ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ പോയിന്റ്സ് ഒരു പോയിന്റ് പോലും വിടാതെയാണ് എന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ള രീതിയിലുള്ള ബുക്സ് വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യം ഉത്തരം എന്ന രീതിയിൽ പഠിച്ചാൽ ഒരിക്കലും കിട്ടില്ല. എന്ത് പഠിക്കുന്നതും വ്യക്തമായിട്ട് ഓക്കെ ഡിസ്ക്രിപ്റ്റീവ് ഫോമിൽ പഠിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കാണാതെ പഠിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എവിടെയും തുണ്ടും മുറിയൊക്കെ ആയിട്ട് ഹിന്റ് വെച്ച് പഠിക്കുന്നത് അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല. കുറേ ചോദ്യങ്ങളൊക്കെ അങ്ങനെയും വരാം, ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി മാറിയ രീതിക്ക് അനുസരിച്ച് ഒരു 20 ചോദ്യങ്ങളോളം എന്താണ് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലേ, 20ഓളം ചോദ്യങ്ങൾ പുതിയ രീതിയിലായിരുന്നു. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഓക്കെ നമ്മൾ എന്തായാലും പഠിക്കണം. എങ്ങനെ പഠിക്കണം, നമ്മൾ ഓരോ ടോപ്പിക്ക് നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. എന്ത് കാര്യം പഠിക്കുമ്പോഴും മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് അവിടെ നിന്ന് ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഡയറക്റ്റ് ചോദ്യമുത്തരം എന്ന് പഠിച്ച ആ രീതിക്കാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പ്രസ്താവനയുടെ രീതിയിലും ശരിയായ ജോഡി കണ്ടെത്തുക അങ്ങനെയുള്ള ടൈപ്പിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. SCRT പാഠപുസ്തകങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF തന്നെ കിട്ടുവാണെങ്കിൽ അത് ഇരുന്ന് വായിച്ച് പഠിക്കാനുള്ള ഒരു കാര്യം. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ, അത് ഒന്നാമത്തെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ സമഗ്ര ക്വസ്റ്റ്യൻ പൂളിൽ ഓരോ ചാപ്റ്റർ ആയിട്ട് നമ്മൾ പോയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിലിങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ വായിച്ച് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പൂളിലെ ചോദ്യങ്ങൾ വായിച്ച് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ SCRT പാഠപുസ്തകം ജസ്റ്റ് ഒന്ന് വായിക്കുക. ആ പാഠപുസ്തകം വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പൂൾ പോയി നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നിന്നും നമുക്ക് ഈ പ്രസ്താവനയുടെ രീതിയിലൊക്കെ എത്ര ചോദ്യങ്ങൾ വരാം, ആ ഭാഗത്ത് ഏകദേശം ഓരോ ചാപ്റ്ററിൽ നിന്നും 30 അല്ലെ 20 30 ചോദ്യങ്ങൾ വെച്ചിട്ടൊക്കെ അതിൽ കാണാവുന്നതാണ്. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ളത് വായിച്ചു പോകുമ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യങ്ങൾ കാണുമ്പോൾ ഞെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പൂളിലൂടെയൊക്കെ വായിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചോദ്യങ്ങൾ കണ്ട് പരിചയമൊക്കെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, SCRT ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്ത് വായിച്ചു, PDF എടുത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പൂൾ എടുക്കുക. ആ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അതിലാദ്യം ആൻസർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഷോ ആൻസർ എന്നുള്ളത് കൊടുത്തിട്ട് നമ്മൾ ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക, വായിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പൂൾ വെച്ചിട്ട് സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടെ മറന്നു പോകും എന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മാക്സിമം നമുക്ക് പറ്റുന്ന അത്ര രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് മാത്രമാണ് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. ചുമ്മാതെ ഇരുന്നിട്ട് PSCയുടെ ട്രെൻഡ് പറയും ഞാനിനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരുന്നത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. നമുക്ക് എക്സാം എഴുതാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ട്രെൻഡ് മാറി നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രീതി മാറി, പ്രിലിംസ് അല്ലേ മെയിൻസ് എന്ന് പറഞ്ഞ് 2 സെക്ഷനാക്കി മാറ്റി, ഇപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ രീതി മാറ്റി. അപ്പോൾ അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ആ രീതിക്ക് നമ്മൾ പഠിച്ചു പോകണം. അങ്ങനെ പഠിച്ച് മുന്നേറുന്നവർക്ക് മാത്രമാണ് നല്ലൊരു പൊസിഷനിൽ എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിക്ക് നമ്മുടെ പഠനം കൊണ്ടുപോകുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പഠനത്തിൻ്റെ രീതി ഒന്ന് മാറ്റുക. പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റിവിഷൻ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ വായിച്ചു പോവുകയല്ലാതെ മനസ്സിലാക്കി നമ്മൾ നോട്ടും കൂടെ എഴുതുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്കത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും. ചുമ്മാ ഇരുന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. അതുപോലെ തന്നെ മറന്നു പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓർമ്മ നിൽക്കും. ഓക്കെ, അപ്പോൾ SCRT പാഠപുസ്തകങ്ങൾ ഞാൻ പറഞ്ഞ പോലെ PDF വായിക്കുക, ക്വസ്റ്റ്യൻ പൂൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട രീതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനിയുള്ള എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും നല്ലൊരു പൊസിഷനിൽ എത്താനും പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്